ഹായ് ഓൾ, വെൽക്കം ടു ആക്സണറ്റ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനിൽ നമ്മളിപ്പോൾ ഒരു 4 സെക്ഷനോളമായി. സെക്ഷൻ എ മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ ബി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 29 to 43 ക്വസ്റ്റ്യൻ വരെയാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. നമുക്ക് നോക്കാം സെക്ഷൻ ബി. അപ്പോൾ സെക്ഷൻ എ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ സെക്ഷൻ ബി നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 29 to 43 വരെയാണ് വരുന്നത്. അപ്പോൾ മാർക്ക് വ്യത്യാസം വരും, നോക്കുക കേട്ടോ. മാർക്ക് വരുന്നത് ഇപ്പോൾ ഇതിൽ സെക്ഷൻ ബിയിൽ 29 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 29 to 37 വരെ എന്തായിരിക്കും? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മാർക്കായിരിക്കും 29 തൊട്ട് 37 വരെ. പിന്നെ 38 to 41 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ 41 to 42 to 43 വരെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്ഷൻ ബിയിൽ ഏതൊക്കെ മാർക്ക് വരുന്നുണ്ട്? 2 മാർക്ക് വരുന്നുണ്ട്, 3 മാർക്ക് വരുന്നുണ്ട്, 5 മാർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം സെക്ഷൻ ബിയിലെ 29ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 29 തൊട്ട് 37 വരെ 2 മാർക്കാണ് കേട്ടോ. നോക്കാം നമുക്ക്. 29ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 സർഫസസ് റിമൂവിങ് two surfaces moving related to each other. അതായത് നമ്മളോട് ഇത്രേ ചോദിച്ചേക്കുന്നുള്ളൂ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് 2 മെത്തേഡ് പറയാനാണ് പറഞ്ഞത്. ഇതൊക്കെയാടാ റെഡ്യൂസിങ് ഫ്രിക്ഷൻ, 2 മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 സർഫസസ് മൂവിങ് റിലേറ്റീവ് ടു ഈച്ച് അതർ. അപ്പോൾ നമ്മളോട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ലൂബ്രിക്കേഷൻ, അതുപോലെ തന്നെ പോളിഷിങ്. ലൂബ്രിക്കേഷൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസിങ് എ സബ്സ്റ്റൻസ്, അതായത് ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ ഗ്രാഫൈറ്റോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ സർഫസിൻ്റെ മേലെ യൂസ് ചെയ്യാം. അപ്പം ദ ലൂബ്രിക്കൻ്റ് ഫോംസ് എ തിൻ ലെയർ ദ സെപ്പറേറ്റ് സർഫസ്. അപ്പോൾ അവിടെ എന്താവും? ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്താൽ അവിടെ ഒരു തിൻ ലെയർ ഫോം ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്? ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യും ഡയറക്റ്റ് കോണ്ടാക്റ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു മെത്തേഡ് ഫ്രിക്ഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താ? ലൂബ്രിക്കേഷൻ. രണ്ടാമത്തത് പോളിഷിങ്. പോളിഷിങ് ചെയ്യാൻ നമ്മൾ എന്താണ്? സ്മൂത്ത് ബൈ പോളിഷിങ് ദം. ഓക്കെ, പോളിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർലോക്കിംഗ് റെഗുലാരിറ്റീസ്, അതായത് റഫ് ആക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുക. അതുപോലെ അലോയിങ് ദം ടു സ്ലൈഡ് ഓവർ ഈച്ച് അതർ മോർ ഈസിലി. അപ്പോൾ ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും എന്ത് എഴുതി വെക്കുക? ഈ 2 പോയിന്റ് മറക്കരുത്, ലൂബ്രിക്കേഷനും പോളിഷിങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് മക്കളെ. ഒന്ന് ലൂബ്രിക്കേഷനും അതുപോലെ തന്നെ പോളിഷിങ്ങും. ക്ലിയർ ആണല്ലോ? 2 മാർക്ക് കിട്ടിയില്ലേ? 1 മാർക്ക് 1 മാർക്ക് 2 മാർക്ക്. സിമ്പിൾ അല്ലേ? 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കാം 30ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 30ാമത്തത്, നെയിം എ ഡയോഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയാസ് വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത് തന്നെ. 30ൽ നമ്മളോട് എന്താ ചോദിച്ചത്? ഒരു ഡയോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് റിവേഴ്സ് ബയാസിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മോട് ചോദിച്ചത്. ഏതാണ് മക്കളെ റിവേഴ്സ് ബയാസിൽ യൂസ് ചെയ്യുന്ന ഡയോഡ്? പറഞ്ഞൂടെ എന്താണ്? റിവേഴ്സ്ഡ്, ഫോർവേഡ് ബയാസ്ഡ്. ഇപ്പോൾ റിവേഴ്സ് ബയാസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? സെനർ ഡയോഡ്. ഓക്കെ, ഇനി അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എഴുതണം കേട്ടോ. ആൻഡ് ഓർ ക്വസ്റ്റ്യനും കൂടെ നോക്കുക, എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോകാം കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ എന്താ? ലുക്കിംഗ് അറ്റ് എ PN ജംഗ്ഷൻ ഡയോഡ്, ഹൗ ഡു യു ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ഇറ്റ്സ് എൻഡ് ഈസ് P ടൈപ്പ് ആൻഡ് N ടൈപ്പ്, വൈ ഇറ്റ് ഈസ് റിക്വയർഡ്. അതായത് നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് നോക്കുമ്പോൾ അതിനകത്ത് P ടൈപ്പ് ഉണ്ടാവും, N ടൈപ്പ് ഉണ്ട്. അതിൽ ഏതാ P ടൈപ്പ് N ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുക? നെയിം ഓഫ് ദ ഡയോഡ് ഈസ് സെനർ ഡയോഡ്. എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ ഈ സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് മക്കളെ? അത് വോൾട്ടേജ് എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിവേഴ്സ് ബയാസ്ഡ്, ഇറ്റ് മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അക്രോസ് ടെർമിനൽ ഈവൻ ഇഫ് ദ കറണ്ട് ത്രൂ ഇറ്റ്സ് ചേഞ്ചസ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എന്ത് ചെയ്യൂടാ? റെഗുലേറ്റ് ചെയ്യും റിവേഴ്സ് ബയാസ്ഡ്. So
അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും ഒരു പ്രൊവൈഡിങ് എ സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജ് സർക്യൂട്ടിൽ, എന്താണ് സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജ് ആ സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ സെനർ ഡയോഡ് എന്ത് യൂസ് ചെയ്യുന്നത്, സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സെനർ ഡയോഡ് എഴുതി വെച്ചാൽ 1 മാർക്ക് കിട്ടി. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുക, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് റെഗുലേഷൻ, വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് വരുന്ന ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണ്, ഓർ ക്വസ്റ്റ്യൻ നോക്കട്ടോ. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു, പി എൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് പി ടൈപ്പ് എൻ ടൈപ്പ്, പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പി ഏതാ എൻ ടൈപ്പ് ഏതാന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചത്. ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഒന്നാമത്തേത് നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിട്ടില്ലേ നിങ്ങൾ, മൾട്ടിമീറ്റർ നമ്മൾ ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിക്കോട്ടെ കപ്പാസിറ്റർ ആയിക്കോട്ടെ എന്ത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, മൾട്ടിമീറ്റർ. അതിൻ്റെ ഓരോ റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെ റേഞ്ച് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് സെറ്റ് ടു റെസിസ്റ്റൻസ് ഓർ ഡയോഡ് മോഡ്. അപ്പോൾ മൾട്ടിമീറ്റർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ മൾട്ടിമീറ്റർ. അപ്പോൾ അതിൽ 2 പ്രോബ് ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് പ്രോബ് ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ റേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ കോഡ് പഠിക്കാണ്ട് തന്നെ ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ അതിൽ നമ്മൾ 2 പ്രോബ് 2 റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ അതിൽ ഒരു റേഞ്ച് കൊടുക്കണം, അതിൽ നമ്മൾ കൊടുക്കുന്ന ഓമാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് യൂസിങ് എ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പം അവിടെ എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയോഡ് മോഡിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആൻഡ് കണക്ട് ദ മൾട്ടിമീറ്റർ പ്രോബ് ടു 2 എൻഡ്. 2 ഡയോഡ് ഉണ്ടാവില്ലേ, ഡയോഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇതല്ലേ ഡയോഡ്, അങ്ങനെയല്ലടാ അല്ലേ, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. അതുപോലെ നെഗറ്റീവ് പാർട്ടും പോസിറ്റീവ് പാർട്ടും ഉണ്ടാവും കേട്ടോ, നെഗറ്റീവും പോസിറ്റീവ് പാർട്ടും. അപ്പോൾ അതിൽ ഒരു മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് എന്ത് ചെയ്യുക, നെഗറ്റീവ്, ഒരു പ്രോബ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ഇഫ് ദ മൾട്ടിമീറ്റർ ഷോസ് ലോ റെസിസ്റ്റൻസ്, മൾട്ടിമീറ്റർ അതായത് മൾട്ടിമീറ്ററിൽ നമ്മൾ ലോ റെസിസ്റ്റൻസ് കാണിക്കുകയാണ്. നമ്മളിങ്ങനെ മൾട്ടിമീറ്റർ നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇതായിരിക്കും, 2 പ്രോബ് ഉണ്ടായിരിക്കും. ഇവിടെ സ്ക്രീനകത്ത് എന്ത് കാണിക്കും, ലോ റെസിസ്റ്റൻസും കാണിക്കും. അതുകൂടെ തന്നെ നമ്മളൊരു സൗണ്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു പ്രത്യേകതരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ദ എൻഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് റെഡ്. അങ്ങനെയാണെങ്കിൽ എടാ നമ്മളോടിപ്പോൾ പറഞ്ഞേക്കുന്ന എൻ ടൈപ്പ് ഏതാ പി ടൈപ്പ് ഏതാന്ന് കണ്ടെത്താനല്ലേ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഡയോഡ് നോക്കുകയാണ്. ഡയോഡ് നോക്കുമ്പം നമ്മൾ കറക്റ്റായിട്ടാണ് വെച്ചത്, അതായത് ഒരു എൻഡ് കണക്ട് ചെയ്തത് പോസിറ്റീവ് പ്രോബ് എന്ന് പറഞ്ഞാൽ അവിടെ റെഡ്, ഈ മൾട്ടിമീറ്റർ റെഡും ബ്ലാക്കും ഉണ്ടാവും. റെഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രോബായിരിക്കും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, അതായത് നെഗറ്റീവ് പ്രോബ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ നമ്മളവിടെ എന്താണ്, ഞാൻ മൾട്ടിമീറ്റർ കൊണ്ടുപോയി സെനർ ഡയോഡിൽ വെക്കുകയാണ്. സെനർ ഡയോഡിൽ വെക്കുമ്പം അതിനകത്ത് സ്ക്രീനിൽ ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ അവിടെ ലോ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഒരു സൗണ്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും നമ്മൾ കണക്ട് ചെയ്തത്, ഇങ്ങനെയായിരിക്കണം കണക്ട് ചെയ്തേക്കുന്നത്. ആ പ്രോബിൻ്റെ അതായത് പോസിറ്റീവ് പ്രോബ് റെഡ് പാർട്ട് ഞാൻ എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ടായിരിക്കണം. അതുപോലെ നെഗറ്റീവ് ബ്ലാക്ക് പ്രോബ് എന്തായിരിക്കണം, പി ടൈപ്പ് സെമി കണ്ടക്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ കറക്റ്റാണ്. അപ്പോൾ മൾട്ടിമീറ്ററിൽ എന്തായിരിക്കും, ലോ റെസിസ്റ്റൻസും കാണിക്കും, ഒരു സൗണ്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദ റിവേഴ്സ് കണക്ഷൻ ദ മൾട്ടിമീറ്റർ വിൽ ഷോ എ വെരി ഹൈ റെസിസ്റ്റൻസ്. റിവേഴ്സ് കണക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ സ്ക്രീനിനകത്ത് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പി ടൈപ്പ് ഏതാ എൻ ടൈപ്പ് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ വെച്ചിട്ട്. ഇനി അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് റിക്വയർഡ് ബിക്കോസ് പി എൻ ജംഗ്ഷൻ allows a current to flow easily on one type direction കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയണ്ടേ. and identify the terminal is crucial for connecting the diode correctly in a circuit is ensure it functions as intended. അപ്പം കണക്റ്റിംഗ് ഈസ് റിവേഴ്സ് കണക്ഷൻ എങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പി എവിടെയാണ്, പി ടൈപ്പ് എവിടെ, ഇൻ ടൈപ്പ് എവിടെ നിന്ന് കറക്റ്റ് കണക്ട് ചെയ്ത് നമുക്കറിയണം. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം മനസ്സിലായോ? 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണടാ?
ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ചോദിച്ച ഡയോഡ് ഏതാ യൂസ് ചെയ്യുന്നത്, അത് റിവേഴ്സ് ബയസിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്, ആ ഡയോഡ് യൂസ് ചെയ്യുന്നതിൻ്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമ്മൾ എന്താണ് പി ടൈപ്പ് എൻ ടൈപ്പ് എങ്ങനെ കാണുക, അതിൻ്റെ റിക്വയർഡ് എന്താണ് കേട്ടോ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഐഡൻറ്റിഫൈ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദസ് ഫോഴ്സസ് ആർ ഡെവലപ്ഡ്. എടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ഏതാടാ, ന്യൂട്ടൻ്റെ ഏത് ലോ ആണ്, തേർഡ് ലോ അല്ലേ, ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് നമ്മൾ പറയുന്നത്. എന്താണ്, ആക്ഷൻ ഈക്വൽ ഓപ്പോസിറ്റ് ആൻഡ് റിയാക്ഷൻ ഉണ്ടാവില്ലേ, ഈക്വൽ ആക്ഷന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതാണ്, ന്യൂട്ടൻ്റെ തേർഡ് ലോ, എവരി ആക്ഷൻ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മളോട് ഇവിടെ തന്നേക്കുന്ന അങ്ങനെയൊന്നുമല്ല തന്നത്, നമ്മളോട് ചോദിച്ചത് എന്താണ്, ഐഡൻറ്റിഫൈ ദ ആക്ഷൻ റിയാക്ഷൻ. ആക്ഷൻ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഫോഴ്സസ് ആർ ഡെവലപ്ഡ്. ഏത് ഫോഴ്സാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു. നമ്മളോട് ചോദിച്ചത് എന്താണ്, ഒരു ടേബിൾ ഉണ്ട്, ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ട്, ബുക്ക് ഉണ്ട് അല്ലേ, ഓൺ എ ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ. അതായത് ഏത് ലോ ഏത് ഫോഴ്സ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഏതാണ്, ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൻ്റെ തേർഡ് ലോ ആൻഡ് ഫോർ എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആൻഡ് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ആക്ട് ഓൺ എ ടു ഡിഫറെൻറ്റ് ബോഡീസ്. അപ്പം നമുക്കിവിടെ തന്ന എന്താണ്, ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ എന്നാണ് തന്നത് അല്ലേ, ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ. അപ്പോൾ ഫസ്റ്റ് ആക്ഷനാണ്, അതായത് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ബൈ എ ബുക്ക് ഓൺ ദ ടേബിൾ. എടാ നമ്മളിപ്പോൾ ബുക്ക് ഉണ്ട് ഇവിടെ, ടേബിളിൻ്റെ മുകളിൽ ബുക്ക് ഉണ്ടല്ലേ, ബുക്ക് ഇല്ലേ, ബുക്ക് വെച്ചു. ആൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ ബുക്ക് ഓൺ ദ ടേബിൾ. എടാ ബുക്ക് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ബുക്കിനൊരു വെയിറ്റ് ഉണ്ടാവില്ലേ, ഒരു മാസ് ഉണ്ടാവില്ലേ. അപ്പം അതെന്ത് ചെയ്യും, ആ ബുക്കിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ താഴേയിലേക്ക് എന്തുണ്ടാവും, ഗ്രാവിറ്റി കാരണം താഴേക്ക് എന്തുണ്ടാവും, എടാ താഴേക്കൊരു വെയിറ്റ് ഉണ്ടാവില്ലേ, ബുക്കിനൊരു വെയിറ്റ് ഉണ്ട് അല്ലേ, ബുക്കിന് മാസ് ഉണ്ട്. അപ്പോൾ താഴേക്ക് എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഗ്രാവിറ്റി കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അതാണ് mg. അതായത് ഇവിടെയാണ് ടേബിളിൻ്റെ മുകളിൽ ബുക്ക് ഉണ്ട്, ബുക്കിനൊരു ഫോഴ്സ്, ബുക്കിന് മാസ് ഉണ്ട് അല്ലേ, ഗ്രാവിറ്റി കാരണം എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്, മാസ്, ഗ്രാവിറ്റി കാരണം അവിടെ എന്താവും, mg ഉണ്ടാവും. mg ഫോഴ്സ് ആക്ട് ചെയ്യും താഴത്തേക്ക്, അതായത് ബുക്ക് മേശീൻ്റെ താഴത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതേ സമയത്ത് പുള്ളിങ് ഡൗൺ ഓൺ ദ ടേബിളിലേക്ക് എന്ത് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്, ബുക്കിന് വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഇനി ആക്ഷനാണ്, അതായത് ടേബിളിലേക്ക് ബുക്ക് ആക്ട് ചെയ്യാണ്, ആക്ഷൻ ഫോഴ്സ്. ബുക്ക് ടേബിളിന് മേലെ ബുക്ക് വെച്ചു, അപ്പോൾ ബുക്ക് എന്ത് ചെയ്യും, വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാവിറ്റി mg ഫോഴ്സ് ഉണ്ടാവും, താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അത് ആക്ഷനാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ. ആൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ടേബിളിലോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം എന്താണ്, ബുക്കിൻ്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം നോർമലി എന്തായിരിക്കും, അതിന് ഓപ്പോസിറ്റായിട്ട്, ബുക്കിന് ഓപ്പോസിറ്റായിട്ട് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവും n. അപ്പോൾ അതെന്ത് ചെയ്യും, ബുക്കിനെ അപ്വേർഡായിട്ട് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അപ്പം രണ്ടിലെന്താണ്, ആക്ഷനും റിയാക്ഷൻ ഫോഴ്സസും ഉണ്ടാവും. ഏതിൽ, ബുക്ക് ലൈങ് ഓൺ എ ടേബിളിൽ കേട്ടോ. ആൻഡ് ഹൗ ദിസ് ഫോഴ്സസ് ആർ ഡെവലപ്ഡ്, ദ ബുക്ക് ഹാസ് മാസ്, താഴെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ആൻഡ് ഇസ് പുൾ ഡൗൺവേർഡ് ബൈ എർത്ത് ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞു ബുക്കിന് മാസ് ഉള്ളതുകൊണ്ട് എർത്ത് ഗ്രാവിറ്റി mg ഫോഴ്സ് താഴേക്ക് ഉണ്ടാവും. ആൻഡ് ദിസ് ഫോഴ്സ് ഇറ്റ്സ് വെയിറ്റ് ആണ്, ഇറ്റ്സ് ആക്ടിങ് ഓൺ ദ ടേബിൾ ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ്, അതിന് റെസ്പോൺസ് ചെയ്യും ആര്, നമ്മുടെ ടേബിൾ. ബിക്കോസ് ദ ടേബിൾ എന്താണ്, ഒരു സോളിഡ് ഒബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് അതെന്തായില്ല, ഇറ്റ്സ് നോട്ട് കൊളാപ്സ്, ഇറ്റ് ഡീഫോംസ് സൈഡ്ലി ആൻഡ് പുഷസ്. അത് സോളിഡ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കൊളാപ്സ് ആവില്ല, അതെന്ത് ചെയ്യും, ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് പുഷ് ചെയ്യും, അതാണ് ഈക്വൽ ഫോഴ്സ്. അപ്പം എന്താണ്, അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ആക്ഷൻ റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായ 31ാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ്. ഇനി അതിനകത്ത് തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്,
എടാ ഇതിന് 2 മാർക്ക്, ഇതിന് 2 മാർക്ക് കേട്ടോ, പറഞ്ഞു ഞാൻ. എന്താണ് 29 തൊട്ട് 37 വരെ 2 മാർക്ക് കേട്ടോ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കുക. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് m upward with a speed v and the ball rises and return to his hand the same speed. Find the changing momentum of the ball. പ്രോബ്ലം ആണ്. ഒരു കുട്ടി ബോൾ എന്താണ്, ഒരു m മാസുള്ള ബോള് എറിയാണ്. അപ്വേർഡ് വിത്ത് വെലോസിറ്റി v ആണ്. അത് തിരിച്ചു വരാൻ റൈസ് ആൻഡ് ഉയർന്നിട്ട് തിരിച്ചു വരാൻ തിരിച്ചാണ് ആ ബോയുടെ കയ്യിലേക്ക് എത്തുന്ന സെയിം സ്പീഡ്. ആൻഡ് ഫൈൻഡ് ദ ചേഞ്ചിങ് മൊമെൻറ്റം ഓഫ് ദ ബോൾ കാണാനാണ് പറഞ്ഞത്. ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു ആ ബോയുടെ കയ്യിൽ അപ്പോൾ ഉള്ള മാസ് ഓഫ് ദ ബോൾ എന്താണ്, m ആയിരിക്കും അല്ലേ. മാസ് ഓഫ് ദ ബോൾ m ആണ്. മാസ് ഓഫ് ദ ബോൾ നമുക്ക് m തന്നു. ആൻഡ് ഇനീഷ്യൽ സ്പീഡ്, ആ ബോൾ എറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്, ഇനീഷ്യൽ സ്പീഡ് v ആണ്. ആൻഡ് ദ ഫൈനൽ സ്പീഡ് v ആണ്. ഓക്കെ. ആൻഡ് ദ ബോൾ റിട്ടേൺ ടു ഹാൻഡ്, ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്തായി, ബോൾ അങ്ങോട്ട് പോയി തിരിഞ്ഞു, അപ്പോൾ റിവേഴ്സ്ഡ് ആയി. അപ്പോൾ 2 സ്റ്റെപ്പിൽ നമുക്ക് പറയാം. നോക്ക് ഫസ്റ്റ് പറഞ്ഞു ഡിഫൈൻ ഡയറക്ഷൻ. ആദ്യം നമുക്ക് എന്താണ് മൊമെൻറ്റം, ചേഞ്ചിങ് മൊമെൻറ്റം കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷനും വെലോസിറ്റീസും കാണണം. ഫസ്റ്റ് ലെറ്റ് അപ്വേർഡ് ഡയറക്ഷൻ ബി പോസിറ്റീവ് ആയിരിക്കും അല്ലേ, പോസിറ്റീവ് അല്ലേ ഡയറക്ഷൻ. അപ്പോൾ അതിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, എറിൻ്റെ ടൈമിലുള്ള ഇനീഷ്യൽ വെലോസിറ്റിയും നമ്മൾ u എടുത്തു. u ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ, u ഈസ് ഈക്വൽ ടു +v എന്ന് കൊടുത്തു. അതുപോലെ ഫൈനൽ വെലോസിറ്റിനെ ഞാൻ വി എ അല്ലെങ്കിൽ വി എഫ് എന്ന് കൊടുത്തു. വി എഫ് -v ആണ്. മൂവിങ് ഡൗൺവേർഡ്, താഴേക്ക് വരില്ല, റിവേഴ്സ് ഇല്ലേ, അപ്പം നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം ഞാൻ ഡയറക്ഷൻ പറഞ്ഞു. ഡയറക്ഷൻ എന്താണ്, അപ്വേർഡ് ഡയറക്ഷൻ ഈസ് പോസിറ്റീവ് ആണ്. ഡയറക്ഷൻ പറഞ്ഞു. വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി +v ആണ്, ഫൈനൽ വെലോസിറ്റി -v ആണ്. ഇനി നമ്മൾ അതിൻ്റെ മൊമെൻറ്റ് എഴുതണം. ഇനീഷ്യൽ മൊമെൻറ്റത്തിന് ഞാൻ എന്ത് കൊടുത്തു, PI എന്ന് കൊടുത്തു. P സബ്സ്ക്രിപ്റ്റ് I ഈസ് ഈക്വൽ ടു മൊമെൻറ്റം എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ എവിടെ എടുക്കുന്നത് m ഇൻറ്റു ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, മനസ്സിലായോ? അതായത് ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ PI ഈസ് ഈക്വൽ ടു, നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ, P ഈസ് ഈക്വൽ ടു mv ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം PI ഈസ് ഈക്വൽ ടു എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ എന്താ, ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. അപ്പോൾ മാസ് ഇൻറ്റു ഇവിടെ എന്താടാ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാടാ, +v ആണ് കേട്ടോ. ഇനി അതുപോലെ P ഫൈനൽ PF എന്ന് കൊടുത്തു. അപ്പോൾ അതെന്തായിരിക്കും, ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി -v. ഫൈനൽ വെലോസിറ്റി എന്താ, -v അല്ലേ, അതിവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ചേഞ്ചിങ് മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം PI ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, +mv എന്നും, P ഫൈനൽ മൊമെൻറ്റം എന്ത് കിട്ടി, -mv എന്നും കിട്ടി. ഇനി നമുക്ക് ചേഞ്ചിങ് കണ്ടൂടെ, എന്ത് കാണാം, ചേഞ്ച് മൊമെൻറ്റം കണ്ടൂടെ. ചേഞ്ച് മൊമെൻറ്റം എന്താണ്, ഡെൽറ്റ പി കാണുന്നുണ്ടോ അല്ലേ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ എഴുതാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താടാ, PF - PI ആയിരിക്കും. PIയും PFും നമ്മൾ താഴെ കണ്ടെത്തുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസ് ഈക്വൽ ടു -mv +nv. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -mv മൈനസും പ്ലസും മൈനസ്, അതായത് ഈക്വൽ ടു -mv -mv. സോ ദ ആൻസർ ഈസ് എന്തായിരിക്കും മക്കളെ, -2mv ആയിരിക്കും. അപ്പം ചേഞ്ച് മൊമെൻറ്റം എന്താണ്, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു -2mv. -2mv ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ചേഞ്ച് മൊമെൻറ്റം നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ചേഞ്ച് മൊമെൻറ്റം. ആദ്യം എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ കാണണം. മൊമെൻറ്റം പറയണമെങ്കിൽ വെലോസിറ്റി വേണ്ട, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി കാണണം. എന്നിട്ട് ഇനീഷ്യൽ മൊമെൻറ്റത്തിൽ ഫൈനൽ മൊമെൻറ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചേഞ്ച് മൊമെൻറ്റം കാണാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം 31 കഴിഞ്ഞു.
ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 32ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്ന വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഹെൽപ്പ് ടു ഡിസൈഡ് ദ നാച്ചർ ഓഫ് ഫ്ലോ. ഇതെവിടെ പഠിക്കുന്ന നമ്മൾ ഫ്ലോ ലിക്വിഡിൻ്റെ പഠിച്ചില്ലേ, ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ റെയ്നോൾഡ്സ് നമ്പറും അത് എന്തിനാണ് നാച്ചുറൽ ഫ്ലോയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താണ് terminal velocity and write the expression for terminal velocity of a sphere. എന്തിൻ്റെ terminal velocity ആണ്? സ്ഫിയറിൻ്റെ terminal velocity of the radius r and the density the density മാറ്റാൻ മറന്നു. ശ്രദ്ധിക്കണേ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് പറഞ്ഞ ടെർമിനൽ വെലോസിറ്റി എന്താണ്? സ്ഫിയറിൻ്റെ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഏതാണ് പറഞ്ഞത്? റേഡിയസ് ആറാണ്. ഡെൻസിറ്റി എന്താണ്? റോ ആണ് കേട്ടോ. അത് എഴുതാൻ മറന്നു. ഇതാണ് റോ ആണ്. പിന്നെ വിസ്കോസിറ്റിന് നമ്മൾ എന്താ പറയുക? ഇത് സിഗ്മ ആണ്, ഇത് ഈറ്റ. വിസ്കോസിറ്റിന് നമ്മൾ ഇങ്ങനെ കേട്ടോ ഈറ്റ എന്നാണ്. എന്നല്ല ഇങ്ങനെ ഒരു ഇതിടില്ലേ. അപ്പോൾ റോ ഈറ്റ സിഗ്മ ഇത് വെച്ചിട്ടുള്ള ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക ആർ ഇ എന്നാണ്. ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ല. ആൻഡ് ദാറ്റ് ഗിവ്സ് എ മെഷർ ഓഫ് ദി റേഷ്യോ ഓഫ് ഇനീഷ്യൽ ഫോഴ്സസ് വിത്ത് വിസ്കസ് ഫോഴ്സസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ വിസ്കസ് ഫോഴ്സ് ഇങ്ങനെ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ഫോഴ്സ് ആയിട്ട് മാറുന്നതിന് മെഷർ ചെയ്യുന്ന ഒരു ഗിവൻ ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുക. ഇതിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ആസ് ടു ഡിസൈഡ് എ നാച്ചുറൽ ഫ്ലോ. എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാതെ നോക്ക്. ഈ റെയ്നോൾഡ് നമ്പർ ഈസ് ലെസ് ദാൻ 2000 ആണെങ്കിൽ അതെന്തായിരിക്കും? ആ ലിക്വിഡിൻ്റെ ആ നാച്ചുറൽ ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ ആയിരിക്കും. ലാമിനാർ എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ എന്തായിരിക്കും? സ്മൂത്ത് ഓർഡർലി ലെയർ ആയിരിക്കും. അതായത് റെയ്നോൾഡ് നമ്പർ 2000-നേക്കാളും താഴെയാണെങ്കിൽ ഫ്ലോ ലാമിനാർ ആയിരിക്കും. ലാമിനാർ എന്ന് ഉദ്ദേശിച്ച് അവിടെ സ്മൂത്ത് ഓർഡർലി ലെയർ ആയിരിക്കും. ഇനി റെയ്നോൾഡ് നമ്പർ 2000-ൻ്റെയും 4000-ൻ്റെയും ഇടയിലാണെങ്കിൽ ആ ഫ്ലോ എന്തായിരിക്കും? ട്രാൻസ്ലേഷനിലായിരിക്കും. അതായത് അൺസ്റ്റേബിൾ ആയിരിക്കില്ല, ടർബുലൻ്റ് ഫ്ലക്ച്വേഷൻ സംഭവിക്കും ആ ഒരു ഫ്ലോയിൽ. പിന്നെ 4000-നേക്കാളും മുകളിലാണെങ്കിൽ അതെന്താ? ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും. അതായത് കയോറ്റിക് എഡീസ് മിക്സിങ്, അതായത് ചുഴിലൊക്കെ ഫ്ലോ ചെയ്യും എന്ന് പറയും ലാസ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ 3 നമ്പർ പഠിച്ചു വെക്കുക കേട്ടോ റെയ്നോൾഡ്സ് നമ്പറിൽ. ക്ലിയർ ആണോ? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ മെഷർ ഓഫ് റേഷ്യോ ഓഫ് ഇനീഷ്യൽ ഫ്ലോസ് ടു വിസ്കസ് ഫോഴ്സ് ഫോർ എ ഫ്ലോയിങ് ലിക്വിഡ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ടെർമിനൽ വെലോസിറ്റി? മറ്റേതിൻ്റെ കേസ് ഇതിലടാ സ്ഫിയറിൻ്റെ കേസിൽ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നോക്ക്. ടെർമിനൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് മാക്സിമം വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് മാക്സിമം വെലോസിറ്റിയാണ്. ആൻഡ് ദിസ് ഈസ് അറ്റൈൻഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഫാളിംഗ് ത്രൂ എ ഫ്ലൂയിഡ് വെൻ ദ നെറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ബിക്കം ഈസ് 0 ആയിരിക്കും. And this occurs when the downward force is balancing by the sum of upward buoyant force. നമ്മൾ പഠിച്ചില്ലേ പ്ലവനബലം എന്നാണ് പറയുന്നത്. പ്ലവനബലം അതാണ് buoyant force and viscous drag force ഒക്കെ പറയുന്നത് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാക്സിമം വെലോസിറ്റീനെ നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുക. ഇനി ടെർമിനൽ വെലോസിറ്റി എന്തിൻ്റെ കേസിൽ? സ്ഫിയറിൻ്റെ കേസിൽ പറയാൻ പറഞ്ഞു. അതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടെർമിനൽ വെലോസിറ്റി? നമ്മൾ വി ടി ആണ് പറയുക കേട്ടോ. വി സബ്സ്ക്രിപ്റ്റ് ഓഫ് ടി ആണ് കേട്ടോ. വി ടി റേഡിയസ് ഓഫ് ദ സ്ഫിയർ r, d is acceleration due to gravity. ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ, അതാണ് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനൽ വെലോസിറ്റി ഓഫ് സ്ഫിയർ സ്റ്റോക്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇക്വേഷൻ നോക്കുക. ടെർമിനൽ വെലോസിറ്റി ഓഫ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ വി ടി ഈസ് ഈക്വൽ ടു പഠിച്ചു വെച്ചോ. വി ടി ഈസ് ഈക്വൽ ടു 2/n ഇൻറ്റു r² g ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ വരും? റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഈറ്റ.
ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാണ് അപ്പോൾ ടേമുകൾ നമ്മൾ ഏതൊക്കെ പഠിക്കുന്നത്? ജി പഠിക്കുന്നുണ്ട്, കോൺസ്റ്റൻറ്റുകൾ പഠിക്കുന്നുണ്ട്, ജി പഠിക്കുന്നുണ്ട്, റോ പഠിക്കുന്നുണ്ട്, സിഗ്മ, അതുപോലെ ഈറ്റ. എന്താണ് ഇക്വേഷൻ? വി ടി ഈസ് ഈക്വൽ ടു 2/n ഇൻറ്റു ആർ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഈറ്റ. ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ് ടെർമിനൽ വെലോസിറ്റിയിൽ കേട്ടോ. അപ്പം ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്, ഡിസ്റ്റൻസ് അല്ല, റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ആൻഡ് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ, സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഇത് ഡെൻസിറ്റി ഓഫ് സ്ഫിയർ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഇതെന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, അതിന് നമ്മൾ ഈറ്റ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കൾക്ക്? അപ്പോൾ ഇതാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റിയുടെ കേസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏത് തൊട്ടാണ്? സെക്ഷൻ ബി തൊട്ട്. സെക്ഷൻ ബി തൊട്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 29ാമത്തെ എന്താണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തെ ലൂബ്രിക്കേഷൻ, പോളിഷിങ്. പിന്നെ 30ാമത്തെ എന്തായിരുന്നു? സെനർ ഡയോഡിൻ്റെ ഒരു കേസും പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ. പിന്നെ 31ാമത്തേൽ ആക്ഷൻ റിയാക്ഷൻ, ന്യൂട്ടൻ്റെ തേർഡ് ലോ, അതുപോലെ ഒരു പ്രോബ്ലം ചെയ്തു 31ാമത്തേൽ. 2 ലോർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ 32ാമത്തെ ക്വസ്റ്റ്യൻ. 32ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ പറഞ്ഞ ടെർമിനൽ വെലോസിറ്റിയും റെയ്നോൾഡ്സ് നമ്പറും. ക്ലിയർ ആണല്ലോ 32 വരെ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ നോക്കാം കേട്ടോ. അടുത്ത 31 തൊട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതുവരെ ഈ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.